നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ, ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ് സിഗ്നൽ എങ്ങനെ നമുക്ക് എൻട്രി എങ്ങനെ എടുക്കാവുന്നതാണ്, സിഗ്നൽ ഇല്ലാതെ എൻട്രി എങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സിന് ഒരു 3 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നോക്കിയപ്പോൾ മാർക്കറ്റ് റേറ്റ് 1082 ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് റേറ്റ്. ഈ ഒരു വൈറ്റ് കളറിലെ ലൈനാണ് വേർട്ടിക്കൽ ലൈൻ, ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് ഓൾറെഡി ഇന്നലെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. ആ ബൈയുടെ കണ്ടിന്യൂഷൻ ഇതിപ്പം ഇന്ന് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 25th ആണ്. അപ്പം 24-ാം തീയതി ബൈ വന്ന് അത് ഓൾറെഡി അതിന് ടാർഗറ്റ് എല്ലാം അടിച്ചായിരുന്നു. 3 ടാർഗറ്റ് വന്നായിരുന്നു. നമുക്ക് 24-ാം തീയതി ബൈ വന്ന ലാസ്റ്റ് 1:48 1024 വന്നിട്ട് അത് നമ്മൾ കൺഫേം ആയിരുന്നു. കൺഫർമേഷൻ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇടുന്നതാണ്, കൺഫർമേഷൻ എങ്ങനെ പിക്ക് ചെയ്യണമെന്ന്. ഒരു സിഗ്നൽ വന്നത് ബൈ ആരോ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ അപ്പ് ആരോ ആണ് ബൈ ചെയ്യണമെന്ന്, റെഡ് വരുന്ന സെല്ലാണ്. ബൈ ആരോ ആണെങ്കിൽ അത് കൺഫേം എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസാണ് എപ്പോഴും നമുക്ക് ഈ മേഖലയിൽ കാണുന്ന ഡിസ്പ്ലേ വരുന്ന റേറ്റ് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസാണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസ് ആണെങ്കിൽ എൻട്രി ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം താഴെ ഡിസ്പ്ലേ വരിക. ടാർഗറ്റ് 1, 2 and 3 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ വരും. അപ്പോൾ ഈ ഒരു സിഗ്നൽ അനുസരിച്ച് ഇത് ഓൾറെഡി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡാണ് ഇന്നും കണ്ടിന്യൂ ചെയ്തത്. ഇന്നെന്ന് പറയുമ്പോൾ 25th ആണ്, തേഴ്സ്ഡേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിഗ്നലിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഒരു ബൈ ആണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് ശേഷം മാർക്കറ്റ് ഒരു സെല്ല് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോഴും നിങ്ങൾ നോക്കണം, താഴത്തെ ബാറും പ്രൈസും ഒക്കെ ബൈ സോണാണെന്ന് നോക്കണം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് രാവിലെ തന്നെ ഇത് ബൈ ചെയ്തായിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ട് കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ നമുക്ക് സിഗ്നലിൻ്റെ ആവശ്യമില്ല. ഇൻട്രാഡേ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂഷൻ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് വന്ന് നിൽക്കുകയാണ്. ഇനിയും ഇത് കയറിപ്പോകാനാണ് ചാൻസ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ആണെങ്കിൽ ഇനി ഇവിടുന്ന് അപ് ട്രെൻഡിലോട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീ എൻട്രി വേണമെങ്കിൽ റീ എൻട്രി എടുക്കാവുന്നതാണ്. റീ എൻട്രിയിൽ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ റീ എൻട്രി നോക്കണ്ട. അല്ലെങ്കിൽ റീ എൻട്രി എടുക്കുമ്പോൾ ഇവിടെ നോക്കി റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഈ റീ എൻട്രി പ്രൈസിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം. ടാർഗറ്റും സോഫ്റ്റ്വെയർ റീ എൻട്രി വരുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സെപ്പറേറ്റ് ടാർഗറ്റും കൂടെ ആ ഒരു ബോക്സിൽ ഡിസ്പ്ലേ വരും. എൻട്രിയും എക്സിറ്റും അവിടെ തന്നെ ഡിസ്പ്ലേ വരും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഒരു 80 to 90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇത്. കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ പഠിക്കാൻ ആഗ്രഹമോ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസ് ചേർത്തലിലാണ്. അതിപ്പോൾ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ വിളിക്കുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.